Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ നേന്ത്രപ്പഴം ഒരു സവാള ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. ചില തട്ടുകടകളിലൊക്കെ കാണാറുണ്ട്, നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ ഇതിലേക്ക് എടുക്കാം. ഇനിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് അങ്ങനെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് എടുക്കുമ്പോൾ ഒരുപാട് നല്ല കട്ടിയുള്ള പഴത്തിനേക്കാളും ഇതുപോലെ കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള പഴമാകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ്. ഇനി അത്യാവശ്യം കട്ടിയുള്ള പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നാലും മറിച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് കളറ് മാറി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ പഴം ഇവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ ഒരു സവാള നന്നായിട്ട് കനം കുറഞ്ഞ് ഇതുപോലെ നല്ല കനം കുറഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കനം കുറഞ്ഞ് നന്നായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് കളറ് മാറി നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുണ്ടാവണം. തേങ്ങയും സവാളയും ഒക്കെ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ മൊരിഞ്ഞിട്ടുള്ള സവാളയും തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു പഴം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സും കൂടെ കൂട്ടിയിട്ട് അങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.